Hi all, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ച സെലക്ഷൻ ടൂൾസിന്റെ കുറച്ച് മോഡിഫിക്കേഷൻസ് ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് റെക്ടാങ്കുലർ മാർക്ക് ടൂൾ, എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ, സിംഗിൾ റോ മാർക്ക് ടൂൾ, സിംഗിൾ കോളം മാർക്ക് ടൂൾ, ഇത്രയും 4 ടൂളുകൾ നമ്മൾ പഠിച്ചായിരുന്നു. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ ഒരു മാർക്ക് ടൂൾസും അല്ലെങ്കിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന സെലക്ഷൻ ടൂളുകളുടെയും കുറച്ച് സെറ്റിംഗ്സ് അല്ലെങ്കിൽ ഓപ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്ന ടൂള് റെക്ടാങ്കുലർ മാർക്ക് ടൂൾ ആണ്. റെക്ടാങ്കുലർ മാർക്ക് ടൂൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് റെക്ടാങ്കുലർ ഷേപ്പിൽ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, നമ്മൾ റെക്ടാങ്കുലർ മാർക്ക് ടൂൾ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുക, ഞാനിവിടെ റെക്ടാങ്കുലർ മാർക്ക് ടൂൾ എടുക്കുമ്പോൾ തന്നെ മുകളിൽ ഓപ്ഷൻ ബാറിൽ കുറച്ച് ഓപ്ഷൻസ് നമുക്ക് കിട്ടും. അതിനകത്ത് ഈ കാണുന്ന ഈ 4 ഓപ്ഷൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ സെലക്ഷൻ ടൈപ്സ് ആണത്, പല രീതിയിൽ നമുക്ക് സെലക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ന്യൂ സെലക്ഷൻ ആണ് ഇവിടെ ആക്റ്റീവായി കിടക്കുന്നത്. ആദ്യമേ തന്നെ നോക്കുക, ഇവിടെ ആദ്യമേ ആക്റ്റീവായി കിടക്കുന്ന സെലക്ഷൻ ടൈപ്പ് ഏതാണ്? ന്യൂ സെലക്ഷൻ ആണ്. ഓക്കെ, ന്യൂ സെലക്ഷൻ എന്താണെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാൻ ഇവിടെ ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ നെക്സ്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും അടുത്ത സെലക്ഷൻ ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ക്രിയേറ്റ് ചെയ്ത സമയത്ത് എന്താണ്, ആദ്യമേ ഞാൻ ക്രിയേറ്റ് ചെയ്ത സെലക്ഷൻ നമ്മൾ അവിടുന്ന് റിമൂവ് ആയി പോയി. ഇതെന്താണ് ന്യൂ സെലക്ഷൻ എന്ന് പറയുന്നത്? നമ്മൾ അറ്റ് എ ടൈം നമുക്ക് ഒരു സെലക്ഷൻ മാത്രമേ നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പം ഏത് ടൂൾ ആണെങ്കിലും, അതായത് റെക്ടാങ്കുലർ ടൂൾ ആണെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ബാക്കിയുള്ള സെലക്ഷൻ ടൂളുകൾ ഏതാണെങ്കിലും നമ്മൾ ഈ പറയുന്ന ന്യൂ സെലക്ഷൻ റീജിയൻ ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് അറ്റ് എ ടൈം നമുക്ക് 1 സെലക്ഷൻ മാത്രമേ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ അതാണ് ന്യൂ സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത സെലക്ഷനെ കുറിച്ച് പഠിക്കാം. അടുത്ത സെലക്ഷൻ ആണ് ആഡ് ടു സെലക്ഷൻ. കണ്ടോ, സെക്കൻഡ് ആയിട്ട് കിടക്കുന്ന ഏതാണ്? ആഡ് ടു സെലക്ഷൻ എന്നാണ് അതിന് പറയുന്നത്. ആഡ് ടു സെലക്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിനകത്തേക്ക് നമുക്ക് വീണ്ടും ഒരു സെലക്ഷൻ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതായത് കറന്റ്ലി ആക്റ്റീവ് ആയി കിടക്കുന്ന സെലക്ഷനകത്തേക്ക് വീണ്ടും നമുക്കൊരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യണം എന്ന് വെച്ചോ. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ആഡ് ടു സെലക്ഷൻ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് സെലക്ഷൻ ആക്റ്റീവ് ആണ്, ദെൻ അതിനോട് ചേർന്ന് എനിക്ക് വേറൊരു സെലക്ഷൻ റീജിയനും കൂടെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ടു സെലക്ഷൻ ഓൺ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക? സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യുക. കണ്ടോ, ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പ് ക്രിയേറ്റ് ചെയ്ത സെലക്ഷൻ അവിടെ റിമൂവ് ആയിട്ടുണ്ടോ? ഇല്ല, അവിടെ ആ തൊട്ട് മുമ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്ത സെലക്ഷൻ അതേപടി ഉണ്ട്. അതിന്റെ കൂടെ തന്നെ ഞാൻ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്ത സെലക്ഷനും അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആഡ് ടു സെലക്ഷൻ യൂസ് ചെയ്യുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ആഡ് ടു സെലക്ഷൻ മീൻസ് എന്താണ്? നമ്മൾ മൾട്ടിപ്പിൾ സെലക്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മൾട്ടി സെലക്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? നമുക്ക് ആഡ് ടു സെലക്ഷൻ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മളിവിടെ സെപ്പറേറ്റ് ആയിട്ട് മാത്രമല്ല നമുക്കിവിടെ സെലക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ സെലക്ഷൻ അകത്തേക്ക് വേറൊരു സെലക്ഷനും കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. നോക്കുക, 2 സെലക്ഷൻ അവിടെ ഉണ്ടായിരുന്നു അല്ലെ, അതിനകത്തേക്ക് ഞാൻ മൂന്നാമത് വേറൊരു സെലക്ഷനും കൂടെ ആഡ് ചെയ്തു. ഇനി ഇതിന്റെ ഔട്ട്പുട്ട് നോക്കിയോ, ഞാൻ മൗസ് ബട്ടൺ റിലീസ് ചെയ്യാൻ പോവാണ്. മൗസ് ബട്ടൺ റിലീസ് ചെയ്യുമ്പോൾ നോക്കിയാൽ കണ്ടോ, ഇത്രയും സെലക്ഷനും കൂടെ അതിനകത്തേക്ക് ആഡ് ആയിട്ടുണ്ട്. സോ അതാണെന്ത്? ആഡ് ടു സെലക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് തേർഡ് വൺ, സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാവും അല്ലെ. സബ്ട്രാക്ട് ചെയ്യുക മീൻസ് എന്താണ്? മൈനസ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. സോ സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ എന്തായിരിക്കും? നമ്മളൊരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആ സെലക്ഷനിൽ നിന്ന് കുറച്ച് സെലക്ഷൻ റീജിയൻ റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ഇവിടെ ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ സെലക്ഷന്റെ ഇത്രയും റീജിയൻ വേണ്ട, നമുക്ക് സെലക്ഷനിലേക്ക് വേണ്ട. ഓക്കെ, ഞാനത് തെറ്റിയാണ് സെലക്ട് ചെയ്തത്. സോ എനിക്കൊരു ഇത്രയും റീജിയൻ ഈ സെലക്ഷനിൽ നിന്ന് കളയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് യൂസ് ചെയ്യുക? സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ ഇവിടെ ടിക്ക് ഓൺ ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? നിങ്ങൾ സെലക്ഷൻ ടൂൾ എടുക്കുക, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യേണ്ട ഏരിയ ഏതാണ്? നമുക്ക് സെലക്ഷനിൽ വേണ്ടാത്ത ഏരിയ ആണ് എന്ത്? ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് 4ാമത്തെ സെലക്ഷൻ മെത്തേഡ് പഠിക്കാം. 4ാമത്തെ സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ ആണ് അല്ലെ. ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ. ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ നമ്മൾ ഈ സബ്ട്രാക്റ്റും ഇന്റർസെക്ട് ഒക്കെ നമ്മൾ ബൂളിയൻ ഓൾജിബ്രയിൽ പഠിച്ചതാണ്. ആ സെയിം മെത്തേഡ് തന്നെ, ആ സെയിം ഓപ്പറേഷൻ തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. അതിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ ഒരു സെലക്ഷൻ ക്രിയേറ്റ് ചെയ്തു, ദെൻ അതിനകത്തേക്ക് ഞാൻ വീണ്ടും ഒരു സെലക്ഷൻ
ആഡ് ചെയ്യുന്ന സമയത്ത് ഈ സെലക്ഷൻസിന്റെ എല്ലാം കോമൺ ആയിട്ട് വരുന്ന ഏരിയ, അതായത് എല്ലാ സെലക്ഷനിലും കോമൺ ആയിട്ട് വരുന്ന ഏരിയ മാത്രമേ നമുക്ക് അവിടെ സെലക്ഷനിൽ കിട്ടുള്ളൂ. ഞാൻ ഇവിടുന്ന് ഈ സെലക്ഷൻ ഞാൻ ഇവിടെ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇത്രയും നേരം മൗസ് ക്ലിക്ക് ചെയ്ത് പിടിച്ചേക്കുമായിരുന്നു. സോ ഞാൻ ഈ മൗസ് ബട്ടൺ റിലീസ് ചെയ്യുവാണ്. ഈ മൗസ് ബട്ടൺ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്ന് മനസ്സിലാവും. അതായത് ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ എന്താണെന്ന് മനസ്സിലാവും. എന്താണ് ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ എത്ര സെലക്ഷൻ ഉണ്ടോ ആ സെലക്ഷന്റെ എല്ലാം കോമൺ ഏരിയ ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. സോ ഞാൻ ഇവിടെ മൗസ് റിലീസ് ചെയ്യാൻ പോവാണ്. റിലീസ് ചെയ്തു. കണ്ടോ ഇപ്പൊ എന്താണ് സംഭവിച്ചത്? സെലക്ഷന്റെ കോമൺ ആയിട്ട് വരുന്ന സെലക്ഷൻ റീജിയൻ നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. സോ അതാണ് എന്ത് ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് നമ്മുടെ സെലക്ഷൻ ടൈപ്സ് അല്ലെങ്കിൽ സെലക്ഷന്റെ ഓപ്ഷൻസ് വരുന്നത്. ഏത് സെലക്ഷൻ ടൂൾ എടുത്താലും നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് കിട്ടും. ഇനി തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ സെയിം പ്രോപ്പർട്ടി തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് നമ്മുടെ സെലക്ഷൻ ഓപ്ഷൻസ് വരുന്നത്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു.